ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മൾ കുറച്ച് നാളത്തിന് ശേഷം നമ്മൾ പിന്നെയും പുതിയൊരു വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്. ഞാൻ ബി ആർ റാങ്ക് വിഷയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. ഇഷ്ടപ്പെട്ടെന്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇനി കുറച്ച് നാളത്തേക്ക് വീഡിയോ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വെച്ചോ. ഞാനും എൻ്റെ ടീമേറ്റ്സും കാര്യങ്ങളും ഞാൻ റാൻഡം ടീമേറ്റിൻ്റെ കൂടി ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ക്യാരക്ടർ സ്കില്ലും കാര്യങ്ങളും വേറൊരു രീതിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഒറിയോണ് പറ്റിയൊരു ക്യാരക്ടർ സ്കില്ലൊക്കെ ആയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വന്നു കളിയൊക്കെ അങ്ങ് തുടങ്ങി. ഞാൻ ഇവിടെ കുറച്ച് കോയിൻ കണ്ടു, പിന്നെ കുറച്ച് ഗണ്ണൊക്കെ എടുത്തു. പിന്നെ എൻ്റെ കയ്യിലൊരു കിങ് ഫിഷറും സ്നൈപ്പറും ഉണ്ടായിരുന്നു. M24 ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ നല്ല ഗണ്ണിന് വേണ്ടിയിട്ട് ഇങ്ങനെ തത്രപ്പാട് പെടുന്ന സമയത്താണ് ഇവിടെ ഏക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ റീകോയിൽ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങ് എടുത്തില്ല. എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് നേരം ഇവിടെ അങ്ങ് ഇരുന്ന സമയത്താണെങ്കിൽ എൻ്റെ EP ഒക്കെ ഫുള്ളായി. അപ്പോഴേക്കും എൻ്റെ ടീമേറ്റൊക്കെ ചാവാൻ തുടങ്ങി. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ എനിമി എവിടെയോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാനാണെങ്കിൽ പോയ സമയത്ത് ഒരു എതിത്തലേനാണ് നിൽക്കേണ്ടത്. ഞാനീ പതുക്കെ ഇവിടെ നിന്ന് ഇതൊക്കെ ആയിട്ട് സെറ്റായിട്ട് ഞാൻ നേരെ ഒറിയോൺ ഇട്ടപ്പോഴേക്കും അവൻ പ്രാണപ്ലാനൊന്നും ആ സംഭവം കൊണ്ട് ഓടി. പിന്നെ അവനാണെങ്കിൽ നെരോനിട്ടുണ്ടായിരുന്നുകൊണ്ട് അവനും ഗ്ലൂ ആടാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് അവന് ഈസി ഇട്ട് ഇങ്ങനെ കൊല്ലാൻ പറ്റുമൊക്കെ. അങ്ങനെ വന്ന സമയത്താണ് എൻ്റെ ടീമേറ്റ്സും കാര്യങ്ങളും എൻ്റെ അടുത്ത് വന്ന് ലൂട്ടൊക്കെ എടുത്ത്. അപ്പം എൻ്റെ മറ്റേ ടീമേറ്റ്സിനൊക്കെ മറ്റേ സംഭവം ഉണ്ട്, ഇതാണ് ഓട്ടോ റിവൈവലുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഓട്ടോ റിവൈൽ ചുമ്മാ വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുക. ആ ടൈമിലാണ് ഞങ്ങളെ എവിടെ നിന്നും എനിമി വെടിവെക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചെന്ന് പൊക്കി. ആ ടൈമിലാണെങ്കിൽ ഞാൻ ഇവനെ കണ്ടില്ല പക്ഷേ ഇവൻ പെട്ടെന്ന് വന്ന് എന്നെ കുത്തി പിടിച്ചിട്ടു. പക്ഷേ അവനെ ഞാനിങ്ങനെ കൊന്നു. അപ്പോൾ എനിക്ക് ടീം വൈപ്പും കാര്യങ്ങളും കിട്ടി. അന്നേരം ആ നാലാമതുള്ളവന് ഫസ്റ്റുള്ളവൻ അച്ഛ ചേട്ടൻ ചേച്ചി എന്നൊക്കെ വിളിച്ച് പറയേണ്ടത്. ഞാൻ പിന്നെ ഞാൻ അവനെ പൊക്കിയും കൊടുത്തു. പിന്നെ ഞാൻ ഈ സൈഡിലൊക്കെ വേറെ എനിമി ഉണ്ടോ എന്നൊക്കെ നോക്കാണ്ട് ഞാൻ നടക്കുകയാണ്. ആ ടൈമിലാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കുറച്ച് നല്ല ഗണ്ണോട്ടോ എന്നൊക്കെ നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കിങ് ഫിഷർ തന്നെ ഇട്ട് കളിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. ആ ടൈമിലാണ് എൻ്റെ ടീമേറ്റ്സും കാര്യങ്ങളും വന്ന് ഇവിടെ ലാൻഡ് ചെയ്ത്. ഞാൻ അങ്ങനെ മൊത്തത്തിൽ 2 കില്ലെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ടൈമാണ് ഈ മുകളിലേക്ക് ഒന്ന് പോയാലോ എന്ന് തല പറയുന്നത്. പക്ഷേ ഞാനാണെങ്കിൽ ഈ സൈഡിലൊക്കെ വന്നിട്ട് ഇവിടെയൊക്കെ വിളിച്ച് നിന്ന് അവിടെ എനിമി ഉണ്ടോയെന്നൊക്കെ നോക്കി ഞാൻ തിരിച്ച് ഇവന്മാരുടെ അടുത്തേക്ക് പോവായിരുന്നു. ആ ടൈമിലാണെങ്കിൽ ഇവന്മാർ വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകാനുള്ള പ്ലാനില്ല. ഒരുത്തൻ ഇവിടെ ലൂട്ടിനൊക്കെ വന്നു വന്നപ്പോഴേക്കും ഇവൻ എൻ്റെ കൂടെ മുകളിലേക്ക് വരുവാന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ മുകളിലേക്ക്. അപ്പോൾ ഈ സംഭവം കണ്ടു. ഇത് കണ്ടപ്പോഴേക്കും ഞാനാണെങ്കിൽ മറ്റേ ഓടുന്ന സംഭവം എന്ന് വിചാരിച്ചു ഞാൻ ചുമ്മാ ഒന്ന് ഓടി വയ്ക്കും. പക്ഷേ പ്രത്യേകിച്ചൊന്നും വരാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് ചെന്ന് നിന്നു. എന്നിട്ടൊന്നും ഒന്നുമില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ മുകളിലേക്ക് വന്നപ്പോൾ നിൽക്കുന്നട ഒരുത്തൻ. ഞാനാണെങ്കിൽ ഒറിയോൺ വെച്ച് നല്ല ഡാമും കാരണം കൊടുത്തു. പക്ഷേ എനിക്കവനെ പെട്ടെന്ന് അവൻ്റെ എയിം കിട്ടിയില്ലെന്ന് ചോദിച്ചു. അതുകൊണ്ട് അവൻ എന്നെ കൊന്നു. ഞാൻ ഗ്ലൂ ആയിട്ടതും വർക്കായില്ലായിരുന്നു. ലാസ്റ്റ് സെക്കൻഡ് ഞാൻ ചത്തതിൻ്റെ അടുത്ത സെക്കൻഡ് നോക്കതിൻ്റെ അടുത്ത സെക്കൻഡ് വന്നിട്ട് ഗ്ലൂ വാൾ വർക്കായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ടീമേറ്റ്സ് വന്നിട്ട് അവൻ അടിച്ചിട്ടു. അടിച്ചിട്ടോന്നോ അടിച്ചിട്ടു. എന്നിട്ട് അവന്മാർ എന്നെ ലൂട്ടുന്നു. എന്നെ പൊക്കാനുള്ളതിന് അവന്മാർ ഞാൻ ഡെഡ് ബോഡി എടുത്ത് വന്നിട്ട് അവന്മാർ എന്നെ ലൂട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ പൊട്ടന്മാരൊന്നും പൊക്കാനുള്ളതെന്ന് വെച്ചാൽ മൈക്കൊക്കെ ഓണാക്കി ഞാൻ പറഞ്ഞു ബൈ റിവൈവ് ചെയ്യടാന്ന്. നേരപ്പോഴേക്കും ഇവിടെ 2 പേരും വന്നങ്ങ് ചാടുന്നതല്ലേ. ഞാൻ അന്നപ്പോഴേക്കും ചെക്കൻ്റെ അടുത്ത് പറഞ്ഞു എടാ എനിമി ഉണ്ടെന്ന്. അന്നപ്പോഴേക്കും ഒരുത്തിനെ വന്നിട്ട് അവൻ അടിച്ചങ്ങ് തീർക്കണ്ടാവും. ആ ടൈമിലാണ് ബൈ വേറെ എനിമിയും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അന്നപ്പോഴേക്കും ഇവനാണെങ്കിൽ നേരെ റിവൈവ് പോയിന്റിലൊക്കെ കയറിയിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ പതുക്കെ പൊങ്ങി വരുമായിരുന്നു. ആ ടൈമിലാണ് മറ്റവനൊക്കെ ഒന്ന് ഇരുന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പൊട്ടന്മാർ മറ്റേ എനിമീസിൻ്റെ അടുത്ത് ഞാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവന്മാർ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഈപ്പിക്കും സെറ്റാക്കിയിട്ട് പതുക്കെ നമുക്ക് അങ്ങോട്ടേക്ക് ഞാൻ പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ ഡെഡ് ബോഡി ചെന്ന് ലൂട്ടാമെന്ന് വിചാരിച്ചു. കാരണം കിങ് ഫിഷറും വിഞ്ചസ്റ്ററും ഉണ്ടായിരുന്നു. എനിക്ക് വിഞ്ചസ്റ്റർ മതിയായിരുന്നു പോയി. കാരണം വിഞ്ചസ്റ്ററൊക്കെ ആണെങ്കിൽ ലോങ്ങും മിഡൊക്കെ ഒരുപോലെ കളിക്കാം. പിന്നെ എനിക്ക് ഷോട്ടൊക്കെ കുഴപ്പമില്ലാണ്ട് കളിക്കാനും വിഞ്ചസ്റ്റർ വേണം. പിന്നെ ഞാനിങ്ങനെ ഡെഡ് ബോഡിയുടെ ഫ്രണ്ടിൽ വന്നിറങ്ങിയിട്ട് ഞാൻ എൻ്റെ ഡെഡ് ബോഡി ഒക്കെ നടക്കുമായിരുന്നു. ഡെഡ് ബോഡി ഇല്ല,
എന്നെ കൊന്ന് ഇട്ട ലൂട്ട് ബോക്സ് വന്നപ്പോഴേക്കും ഞാൻ ഇവിടെ വന്നപ്പോൾ അതേ എൻ്റെ ലൂട്ട് ബോക്സ് കണ്ടു. ഞാൻ നേരെ കണ്ണൊക്കെ മാറ്റി കിങ്ഫിഷർ എടുത്തു. പിന്നെ അടുത്ത കണ്ണ് എടുത്തിട്ട് ഞാൻ ABCD എടുത്തിട്ട് ഞാൻ വിഞ്ചസ്റ്റർ നോക്കി. പക്ഷേ വിഞ്ചസ്റ്റർ കാണാനില്ല. അന്നേരം എനിക്ക് ഓർമ്മ വന്നത് നിങ്ങൾ കേൾക്കാമെന്നുള്ളതെന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ എന്തായാലും ആ ടൈമിലായിരുന്നു എനിക്ക് മനസ്സിലായത് ദേവന്മാരാണ് എന്നെ ലൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന്മാരുടെ ആരെങ്കിലും കയ്യിലുണ്ടാവുമെന്ന് വിചാരിച്ചു. സോ ഞാനാണെങ്കിൽ അവന്മാരുടെ അടുത്ത് ചോദിക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേ അന്നപ്പോഴേക്കും എവിടെ ഞാൻ മറ്റേ സംഭവം കണ്ടു. അവിടെ എന്തെങ്കിലും വിഞ്ചസ്റ്റർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് വന്നു. അക്കോർഡിംഗ് ടു മൈ പ്ലാൻ അവിടെ വിഞ്ചസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിഞ്ചസ്റ്ററൊക്കെ എടുത്തിട്ട് വിഞ്ചസ്റ്റർ MP5 എടുത്തിട്ട് ഞാനും പോയി. അങ്ങനെ 300 ആയിട്ട് ഞാൻ ഇവിടെ കുതിരയെ കണ്ടു. പക്ഷേ ഞാൻ കുതിരയെ എടുത്തില്ല. ആ ടൈമിലാണ് എനിമി വന്നു. ഞാനാണെങ്കിൽ പെട്ടെന്ന് അവനെ ചെന്ന് റഷ് ചെയ്യാം. കാരണം എൻ്റെ EP കാരണം നല്ല രീതി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവനെ ചെന്ന് റഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ടൈമിലാണെങ്കിൽ അവൻ അങ്ങോട്ട് ഒരുത്തിനെ കൊന്നു. ഞാൻ ഗ്ലൂവിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി വെയിറ്റ് നിൽക്കുമായിരുന്നു. പക്ഷെ അവനാണെങ്കിൽ എൻ്റെ ടീമേറ്റ്സിനെ അവിടെ വെടിയൊക്കെ കണ്ടപ്പോഴേക്കും ഇതിങ്ങനെ വിട്ട് ശരിയാവില്ലെന്ന് മനസ്സിലായി. ആ ടൈമിലാണ് അവൻ അടുത്ത ഗ്ലൂ വാളം കിട്ടും. സോ ഞാൻ പെട്ടെന്ന് അങ്ങ് റഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ റഷ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ചെന്ന സമയത്ത് അവൻ ഇവിടെ നിന്ന് മാറി അങ്ങോട്ട് പോയി. അപ്പോഴേക്കാരുടെ ടീമിൻ്റെ കാരണം ഞാൻ അടിച്ച് അവനെ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അവൻ പെട്ടിയായി. സോ ഞാൻ അവൻ്റെ അടുത്തൊക്കെ ചെന്ന് ഞാൻ കുറച്ച് EP ഒക്കെ എടുത്തിട്ട് ഞാൻ ടീമേറ്റിനെ പൊക്കാനുള്ള പ്ലാനൊക്കെ തുടങ്ങി. അപ്പം ഞാനാണെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും ചെന്നിട്ട് അവനെ പൊക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ അപ്പോൾ ആ ടീമിലായിരുന്നു അങ്ങനെ നിൽക്കുമായിരുന്നു. സോ ഇവൻ്റെ പേര് ഞാൻ പ്ലസ് ചെയ്തിരിക്കണേ, അതിൻ്റെ പേരുണ്ട്. സോ ആ ടൈമിലാണ് ഞാൻ ഇവിടെ കുറച്ച് നേരം ഒന്ന് ലൂട്ടൊക്കെ ചെയ്തപ്പോൾ അവൻ ഗ്ലൈഡർ എടുത്തിട്ട് ഇങ്ങനെ പറക്കണമുണ്ട്. അപ്പോൾ അവൻ ഗ്ലൈഡറൊക്കെ എടുത്ത് പറക്കണം കണ്ടപ്പോഴേക്ക് എനിക്കൊരു മുഖം. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ബാക്കിൽ ഗ്ലൈഡർ ഉണ്ടോ എന്നൊക്കെ നോക്കി. ഞാൻ കുമാരമല്ലോ നെറ്റ്ബോളിലെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ തപ്പ് വരും. അതപ്പോഴേക്കും ഞാൻ ഇവിടെ വല്ല എനിമിയൊക്കെ ഉണ്ടാവും നോക്കി. ഞാൻ തിരിച്ചു പോവായിരുന്നു. ഞാൻ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ പിന്നെ ഗ്ലൈഡിട്ട് അങ്ങ് പോകുന്നുണ്ട്. സോ ആ ടൈമിൽ നീ ഇവിടെ വേറൊരു ലൂട്ട് ബോക്സ് തന്നെ കാണുന്നത്. എന്നപ്പോഴേക്കും എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഓൾറെഡി ഉണ്ടായിരുന്നല്ലേ. ആ ടൈമിൽ എന്തൊക്കെ ബുള്ളറ്റൊക്കെ ഞാൻ എടുത്തു. ഓട്ടോ എക്വിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ സംഭവം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് കയറി. ആ സമയത്താണ് നമ്മുടെ ടീമിൽ 2 സുക്കുണയായിരുന്നു ഞാൻ കാണുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. ഇവനാണെങ്കിൽ അവിടെ കുത്തിക്കയറ്റിക്കൊണ്ടിരുന്നത്. വണ്ടി കയറുന്നതിന് മനസ്സിലപ്പോൾ ഞാൻ ഇറങ്ങാൻ വിചാരിച്ചു. വന്നപ്പോഴേക്കും അവൻ കറക്റ്റായിട്ട് വണ്ടിയും കയറ്റി. പിന്നെ ഞാൻ എൻ്റെ പുറകെ ഓടേണ്ടി വന്നു. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോൾ മടുപ്പ് തോന്നി. അപ്പോഴേക്കും ഞാൻ താഴെ ജീപ്പുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചേക്കാമെന്ന് മനസ്സിലായി. പിന്നെ ഇവന്മാരെ പോക്ക് കണ്ടപ്പോഴേക്കും മനസ്സിലായി ചെക്കന്മാർ പീക്കിലേക്കാണ് പോകുന്നതെന്ന്. സോ ഞാൻ വണ്ടി കൊടുത്തിട്ട് ഞാൻ അവന്മാരെ പുറകെ വെച്ച് പിടിക്കുകയായിരുന്നു. സോ ലാസ്റ്റ് സോണും പീക്കിലേക്കാണ് വരുന്നത്. സോ ഞങ്ങളങ്ങ് പോയി. സോ ഇപ്പം തന്നെ 21 ലൈവ് ഉണ്ട്. ചത്ത് കഴിഞ്ഞാൽ നല്ല മൈനസ്, അത്യാവശ്യം മൈനസൊക്കെ കിട്ടും. അല്ല ഇനി മൈനസ് കിട്ടുമെന്ന് തോന്നുന്നില്ലേ, കാരണം നല്ല പ്ലസ് ഉണ്ടല്ലോ. ഇനി മൈനസ് കിട്ടില്ല. ഇതിൽ ഇത്ര നേരം സർവൈവ് ചെയ്തില്ലേ. സോ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമായിരുന്നു. സോ ഞങ്ങളാണെങ്കിൽ ഇവിടെ അകത്തൊക്കെ വന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ക്യാമ്പ് ചെയ്ത് ദേവന്മാരാണെങ്കിൽ നല്ല കണ്ണൊക്കെ ഉണ്ടോയെന്ന് ലൂട്ടൊക്കെ അടിച്ച് നോക്കി. ഞാനാണെങ്കിൽ ഇവിടെ അടുത്ത് വല്ല എനിമി ഉണ്ടോ എന്ന് നോക്കി. ആൻഡ് എവിടെ നിന്ന് ഞങ്ങൾ വെടി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇവന്മാരെ ഹീലിംഗ് പിസ്റ്റം വെച്ചിട്ട് HP കുറഞ്ഞവന്മാർ വല്ലതും ഉണ്ടോ എന്ന് നോക്കി. പക്ഷേ എല്ലാവരും ഫുൾ HP ആണ്. സോ ഞാൻ അമ്മമാരെ പുറകെ അങ്ങ് പോയി അമ്മമാരെ തീർക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ഞങ്ങൾ കുറച്ച് നേരം നോക്കി. പക്ഷേ എനിമിയൊന്നും കാണാനില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ അവൻ എന്നെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോകാൻ നോക്കാം. സോ ഞാനാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചെന്ന് വല്ല നല്ല എന്തെങ്കിലും കിട്ടുമോയെന്നൊക്കെ ഞാൻ അത്യാവശ്യം ബുള്ളറ്റൊക്കെ കിട്ടുമെന്ന് നോക്കി. കാരണം ലാസ്റ്റ് സോൺ വരാറായി. സോ ആ ടൈമിലാണ് ദേവനെ അടിക്കാൻ വേണ്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ നല്ല ഡാം കൊടുത്ത് ഞാൻ നേരെ റഷ് ചെയ്ത് ഒറിയോണെ അവൻ പ്രതീക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഗ്ലൂ വാൾക്കിട്ട് ഇറങ്ങി ഓടാൻ നോക്കി. പക്ഷേ ഞാൻ വിഞ്ചസ്റ്റർ വെച്ച് അവനെ കുത്തിപ്പിടിച്ച് അവനങ്ങ് ഡൗൺ ഇട്ടു. വന്നപ്പോഴേക്കും ഞാനാണെങ്കിൽ 4th ഉള്ളവനെ രക്ഷിക്കാൻ പോയ ടൈമിലാണ് എന്നെ പുറകിൽ നിന്ന് ആരോടിച്ചിട്ട്. പക്ഷെ ഞാനത് കാര്യം കണ്ടുപോയി. അങ്ങനെ ഞാൻ പോയ സമയത്താണ് ഞാൻ 4th ഉള്ളവനെ പൊക്കാൻ എൻ്റെ കയ്യിൽ കോയിലില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ 400ൻ്റെ ഇതേ നിന്ന് നോക്കിയോളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ കയ്യിൽ കോയിനില്ലെന്ന്. സോ ഞാനാണെങ്കിൽ ഇങ്ങനെ തപ്പി നടക്കുകയാണ്. ആ ടൈമിൽ
നോക്കുമ്പോൾ മറ്റവനെ എൻ്റെ ടീംമേറ്റ് ഒന്ന് പൊക്കുന്നുണ്ട്. സോ ഞാനാണെങ്കിൽ ഇവിടെ എനിമി ഏതാണെന്നൊക്കെ നോക്കാനായിട്ട് നടന്നപ്പോൾ ഈ ഫോർത്തുള്ളവൻ കരയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കോവിൻ അവിടെ ഇങ്ങനെ കിട്ടുമെന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഗണ്ണ് കിട്ടിയത്. അപ്പോഴേക്കും ഞാൻ 85-ൻ്റെ ഒരു വണ്ണങ്ങ് എടുത്തു. ഇങ്ങനെ ഞങ്ങളങ്ങനെ പോവായിരുന്നു. സോ അന്നപ്പോഴേക്കും 17 അലൈവായി. ആ ടൈമിലാണ് ഞാൻ കോവിൻ ശ്രദ്ധിക്കുന്നത്. പക്ഷേ അപ്പോൾ അവനെ പൊക്കാമെന്ന് വിചാരിച്ച് ഞാൻ പോയ സമയത്താണ് എവിടെ നിന്ന് ഒരുത്തൻ ഞങ്ങളെ വെടിവെക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇനിയിപ്പോൾ ഇവനെ പൊക്കിയിട്ട് സപ്പോർട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിൽ ഒറിയോണുള്ളതുകൊണ്ട് സപ്പോർട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നേരെ ഇവനെ വന്ന് പൊക്കി ഡീനേജിലൊക്കെ എടുത്തു. ഞാൻ നോക്കിയപ്പോൾ ദേവൻ റഷ് ചെയ്ത് പോയിട്ട് അടി മേടിച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് പുറകിലാണ് ഉണ്ടാകുന്നു. അന്നപ്പോഴേക്കും ചെക്കാണ് എൻ്റെ ടീമിൻ്റെ കില്ലും കാര്യമൊന്നും കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ഇവനോട് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ ടീമേറ്റ് നേരെ ഒന്ന് അങ്ങോട്ട് നിന്ന് വീണുണ്ട്. സോ ഊഹിക്കാമല്ലോ. കുറച്ച് നേരം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവനൊക്കെ കില്ലെടുത്തിട്ടുണ്ടാവുമെന്ന്. ഞാൻ വിചാരിച്ച അടുത്ത സെക്കൻഡ് കണ്ടാൽ പോകെ പിന്നെ മറ്റേ സുക്കുണ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അവനാണെങ്കിൽ ഇവന്മാരെ പൊക്കാനായിരിക്കും വന്നേന്ന്. പക്ഷെ എൻ്റെ കയ്യിൽ 0 കോയിൻ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഇവൻ്റെ കൂടെ ഒന്ന് മാക്സിമം കളിക്കുകയുള്ളൂ. സോ അന്നപ്പോഴേക്കും ഞാൻ പോയി പറയുന്നത് എനിക്ക് 400 കോയിൻ കിട്ടി. ആ ചെക്കൻ എടുത്തതെന്നാണ്. ഞാൻ പൊക്കാൻ വേണ്ടി പിന്നെയും പോയി. പക്ഷേ എൻ്റെ കയ്യിൽ 500 ഇല്ലായിരുന്നു കേസ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് പോയപ്പോൾ എവിടെ നിൽക്കുന്നു ചെക്കൻ. ഞാൻ കുറച്ച് ഡാം എടുക്കാൻ നോക്കി. പക്ഷേ എനിക്ക് പെട്ടെന്ന് അവൻ്റെ ബോഡി കണക്ട് ആയില്ല. എന്നിട്ട് ഞാനിങ്ങനെ അവനെ കൊല്ലാനായിട്ടൊക്കെ ഞാൻ എൻ്റെ ടീമിന് സപ്പോർട്ട് കൊടുക്കുന്നു. കാരണം ഇപ്പോൾ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. പെട്ടെന്ന് ചാവണ്ടെന്ന് വിചാരിച്ച്. കാരണം 16 ലൈവ് ഉണ്ട്. നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ പോയി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കളിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് എനിക്കൊരു പേടി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ജയിക്കാൻ പറ്റുമെന്ന്. സോ ആ ടൈമിലാണ് എവിടെ നിന്നൊക്കെ വെടിയൊച്ച കേൾക്കുന്നു. അപ്പോൾ ഞാൻ പതുക്കെ ഈ സൈഡിലൊക്കെ വന്ന് നോക്കിയപ്പോൾ എന്നെ പുറകിൽ നിന്ന് അവിടെ അടിച്ചു. അപ്പോഴേക്കും ഞാൻ ഒറിയോൺ ഞാൻ അവിടെ വിളിച്ചു നിന്നപ്പോഴാണ് എൻ്റെ വിചാരം അവൻ അങ്ങാപ്പുറ കൂടെ കറങ്ങി പോകേണ്ടത്. അന്നപ്പോഴേക്കും എൻ്റെ പുറകിൽ നിന്ന് പിന്നെ അടി വന്നു. ഞാൻ നേരെ അവന് നല്ല ഡാം കൊടുത്തു. അപ്പോഴേക്കും ചേട്ടൻ ഗ്ലൂ ആയിട്ട് കണ്ട വഴി ഓടി. ഞാൻ നേരെ തന്നെ ബോഡി കൊടുത്തു. പക്ഷെ അവൻ എന്നെ അടിച്ചിട്ടു. അവൻ്റെ ഒരു MP3 എങ്ങാണ്ടായിരുന്നു. സോ എൻ്റെ ടീംമേറ്റും കാര്യങ്ങളും പെട്ടെന്നൊന്ന് എന്നെ റിവൈവ് ചെയ്തു. സോ ഞങ്ങൾ ഈ തവണ ഞങ്ങൾ വൈപ്പായെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ഫുള്ള് ഗ്ലൂ ഇട്ടപ്പോൾ കണ്ടോ ഇവിടെ ഗ്ലൂ ആക്കി ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നെ ആരും അടിച്ചിട്ടു. സോ ഞാൻ അതൊക്കെ ഗ്ലൂ നിൽക്കുന്ന ടൈമിലാണ് ഇവിടെ ഞാനൊരു ഓപ്പൺ സ്പേസ് കണ്ടു. ഞാൻ നേരെ അവിടേക്ക് ഗ്ലൂ ആയിട്ട് ഞാനാണെങ്കിൽ കുറച്ച് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണ്ടായിരുന്നു. എൻ്റെ ഇവനെ പുറകിലൊക്കെ എനിമി ഉണ്ടോ നോക്കി. പിന്നെ ഞാനാണെങ്കിൽ ഇവനെ അറ്റാക്ക് ചെയ്യുന്നതിനെ ഞാൻ പെട്ടെന്നൊന്ന് ചാടി ഒന്ന് അറ്റാക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ആ ടൈമിലാണ് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നത്. എൻ്റെ ബ്രെയിൻ ഒരു സെക്കൻഡത്തേക്ക് വർക്കായില്ല. കാരണം ഞാനവിടെ പെട്ടു എന്നാണ് ഞാൻ വിചാരിച്ചത്. കണ്ടോ എന്തൊക്കെ കിടന്ന് കാണിക്കണേ. ആ ടൈമിൽ എനിക്ക് നല്ലൊരു ഡാം കിട്ടുന്നു. അപ്പോൾ ഞാൻ ഗ്ലൂവാളൊക്കെ ഇട്ട് ഞാൻ പെട്ടെന്ന് ഇവൻ്റെ കൂടെ പോയി. ആ ടൈമിൽ ദേവ് എന്നോട് ഒരുത്തൻ പറന്നൊക്കെ എന്നോ. അപ്പോഴേക്കും അവനെ എങ്ങനെയൊക്കെ അടിച്ച് ഞാൻ നോക്കിട്ടു. അങ്ങനൊരു ക്വാഡ്ര കില്ലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ടീമിലാണ് എനിക്ക് കുറേ കോയിനൊക്കെ ആരൊക്കെ തന്നെ ഉണ്ട്. ആ ടൈമിൽ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കണം എൻ്റെ 600 കോയിനുണ്ട്. പൊന്നളി 600 പോയി. അപ്പോൾ ഞാനിവിടെ സൈഡിൽ എനിമിയൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി ഇവന് സപ്പോർട്ടിൻ്റെ ആവശ്യം വരുമെന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ പതുക്കെ ടീമേറ്റ്സിനെ പൊക്കാനായിട്ട് പോകുമായിരുന്നു. സോ ഞാൻ ഇവിടെ നിന്ന് ഞാൻ അത്ര നോക്കി എനിമിയൊക്കെ ഉണ്ടോയെന്ന് നോക്കി. അന്നപ്പോഴേക്കും എൻ്റെ ഒരു 11 എൻജിനൈസർ ഉണ്ടായിരുന്നു. ആ നീല സംഭവമല്ലേ അതുണ്ടായിരുന്നു. ഇൻഹേലറല്ല എൻജിനൈസർ ഉണ്ടായിരുന്നു. സോ അതെടുത്തിട്ട് ഇവന്മാരെ ഞാൻ പൊക്കി വിട്ടു. പിന്നെ എനിക്കെന്ത് ഈപ്പിയുടെ സംഭവം കിട്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചത്തില്ല. ഞാൻ അപ്പോഴേക്കും കുറച്ച് എൻജിനൈസറൊക്കെ എടുത്ത് അടിച്ച് അങ്ങനെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അന്നപ്പോഴേക്കും എൻ്റെ ടീമേറ്റ്സും കാരണം വന്നിട്ടുണ്ട്. അവരുടെ കയ്യിൽ ലൂട്ട് ചെയ്തെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഈ ഫ്രണ്ടിൽ നിന്ന് ഒരുത്തം ഞങ്ങൾ അടിക്കുന്നു, ഞങ്ങളെ വെടിയിക്കുന്നത്. സോ ഞങ്ങൾ നേരെ കവറിലൊക്കെ പോയി. ഞാനാണെങ്കിൽ നോക്കിയപ്പോൾ അവിടെ 2 പേരുണ്ട്. അങ്ങനെ 2 പേരാണ് എന്നെ അടിച്ചിട്ടു. അങ്ങനെ നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ ഒരു കില്ലങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറ്റുന്ന രീതിയിൽ ജീപ്പിൻ്റെ പുറകെ വന്നിരുന്നു. അപ്പോഴേക്കും അവനെന്നെ വന്ന് പൊക്കിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് പിന്നെ ഞാൻ മെഡിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ആ ടൈമിൽ ആണെങ്കിൽ അവൻ്റെ കില്ല് കണ്ട് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എന്നെ കൊന്നവൻ്റെ കില്ല് എൻ്റെ ടീമേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു.
സോ ഞാനങ്ങനെ പോയി ഞങ്ങൾ അവിടേക്ക് ചുമ്മാ ചെന്ന ടൈമിലാണെങ്കിൽ എന്നാന്നറിയില്ല എനിമീനെ കാണാനില്ല. ഞങ്ങൾ എനിമീനെ കാണാണ്ടില്ലാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എവിടെ നിന്ന് ഞങ്ങൾ വെടി കൊള്ളുന്നുണ്ട്, പക്ഷേ എനിമീനെ കാണില്ല. ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ നിന്ന് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദേ നിൽക്കുന്ന മേളിലൊരു ഗ്ലൂ വാള്. നമ്മൾ നേരെ അങ്ങ് അവൻ പിന്നെ സോണിൻ്റെ പുറത്തായതുകൊണ്ട് അവന് നല്ല ഇതിൽ പണി കിട്ടി. പിന്നെ നമ്മുടെ ടീമേറ്റ് ഫസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ടീമിൻ്റെ കാര്യങ്ങളൊക്കെ അവനെ കുത്തിപ്പിടിച്ചിട്ട് ഒരു ബുയ നമുക്കൊന്ന് എടുത്തു തന്നിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നത് പറയാനുള്ളൂ. സോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.